ഈ നാട്ടിൽ എത്രയോ ആളുകളും രാഷ്ട്രീയ നേതാക്കളും പെണ്ണ് കേസിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന ആരെയും കണ്ടിട്ടില്ല. ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലോ മാധ്യമ വിചാരണയോ നേരിട്ട് കാണില്ല. അതിനുള്ള കാരണം അതൊരു സാധാരണ ലൈംഗിക പീഡന കേസല്ല എന്നതാണ്. ഒരു യുവതിയെ പീഡിപ്പിച്ച ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതാണ് രാഹുൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത്. കഴിഞ്ഞ 9 ദിവസമായി പോലീസ് അരിച്ചുപെറുക്കിയിട്ടും രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണ്? കർണാടകയിൽ പ്രതിക്ക് ഒളിവിൽ താമസിക്കാൻ സഹായം ചെയ്തത് ആരാണ്? അതിനിടെ ഫോണിടയ്ക്ക് സ്വിച്ച് ഓൺ ആക്കുന്നത് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര നാളിങ്ങനെ പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടക്കാൻ കഴിയും? രാഹുലിനെ പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയെന്നാണ് ആക്ഷേപം. അതിനിടെ പ്രതി ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്നത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കമാണ്. ആദ്യം സ്വിച്ച് ഓൺ ആയത് കർണാടക കേരള അതിർത്തിയായ ബാഗല്ലൂരിൽ, പിന്നീട് ദക്ഷിണ കന്നഡയിലെ സുള്ളിയിൽ, ഒടുവിൽ ഹൊസൂരിൽ. സിനിമാ സ്റ്റൈലിലാണ് രാഹുൽ പോലീസിനെ കബളിപ്പിക്കുന്നത്. രാഹുലിനെതിരെ ലഭിച്ച രണ്ടാമത്തെ പരാതിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ നീങ്ങുമെന്നാണ് വിവരം. AIG ജി പൂങ്കുടിലേക്കാണ് അന്വേഷണ ചുമതല. അതിനിടെ പ്രതി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും സെഷൻസ് കോടതി കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പരിശോധിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന കോടതിയുടെ വിവേചനപരമായ അധികാരം ഉപയോഗിച്ചാണ് ജാമ്യം നിഷേധിച്ചതെന്നാണ് പ്രതിഭാഗം ഹർജിയിൽ വ്യക്തമാക്കുന്നത്. നിയമപരമായി നിലനിൽക്കാത്ത കുറ്റമാണ് രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടതെന്നും പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടും. ബലാത്സംഗ കേസെടുത്ത് 10 ദിവസമാകുമ്പോഴും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ കീഴടങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്നാണ് പോലീസ് നിഗമനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച രണ്ടാമത്തെ പരാതിയിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തും. 2023-ൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച ബംഗളൂരു സ്വദേശിനിയായ യുവതിയാണ് ഇമെയിലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി അയച്ചത്. താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക പീഡനമാണെന്ന് പരാതിയിൽ പറയുന്നു. സൗഹൃദ രൂപേണ സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി കൂടുതൽ അടുക്കുകയായിരുന്നുവെന്ന് പരാതിയിലുണ്ട്. രാഹുലിന്റെ സുഹൃത്തായ അടൂർ സ്വദേശി ഫെനി നയനാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് രാഹുൽ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. KPCC പ്രസിഡന്റ് ഈ പരാതി DIGക്ക് കൈമാറുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. കേസിൽ മൊഴി നൽകാൻ പരാതിക്കാരി പോലീസിനെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ നീങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൊച്ചി, തിരുവനന്തപുരം. കേരള പോലീസ് അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ടാണ് പിടികൂടാൻ കഴിയാത്തത്? തഴക്കം വന്ന ക്രിമിനലുകളെക്കാൾ മെയ്വഴക്കത്തോടെ അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? കർണാടകയിൽ ഒളിജീവിതത്തിന് വലിയ സഹായങ്ങളാണ് രാഹുലിന് ലഭിച്ചതെന്നാണ് സൂചന. ആഡംബര സൗകര്യത്തോടെയാണ് രാഹുൽ പലയിടങ്ങളിലും ഒളിവിൽ കഴിഞ്ഞതെന്നും വിവരമുണ്ട്. ബംഗളൂരു നഗരത്തിലെ അത്യാഡംബര വില്ലയിലാണ് രാഹുൽ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന.
രാഷ്ട്രീയ ബന്ധമുള്ള അഭിഭാഷകയാണ് ഇതിനുള്ള സഹായമൊരുക്കി നൽകിയതെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് ഇവിടെ പോലീസ് എത്തിയെങ്കിലും 2 മണിക്കൂർ മുമ്പ് തന്നെ രാഹുൽ മുങ്ങിയിരുന്നു. രാഹുലിന് കാർ എത്തിച്ചു നൽകുന്നതും യാത്രയ്ക്കുള്ള വഴികൾ കണ്ടെത്തുന്നതും ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളായ ചിലരാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവരിൽ പലരെയും പോലീസ് നേരിട്ട് കണ്ട് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ കേരള കർണാടക അതിർത്തിയിലെത്തിയെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്ന് സുള്ളിയെ കേന്ദ്രീകരിച്ച് രാത്രിയിലുടനീളം പരിശോധന നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. രാഹുലിന് കുടകിലും സഹായം ലഭിച്ചെന്നാണ് വിവരം. മൊബൈൽ ഫോണും കാറും മാറി മാറി ഉപയോഗിച്ചാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത്. ഇടയ്ക്ക് ഫോൺ ഓൺ ചെയ്തത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും പോലീസ് സംശയിക്കുന്നു. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് രാഹുൽ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിലേക്കും പിന്നീട് കർണാടകയിലേക്കും കടന്നത്. കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാഗലൂരിലെത്തി അവിടുത്തെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുന്നുവെന്നറിഞ്ഞാണ് ബംഗളൂരുവിലേക്ക് കടന്നത്. കർണാടകയിൽ SIT സംഘം തെരച്ചിൽ തുടരുകയാണ്. എല്ലാ വഴികളും അടഞ്ഞതോടെ രാഹുൽ കീഴടങ്ങുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. രാഹുലിന് സഹായമൊരുക്കുന്നത് കർണാടകയിലെ ചില കോൺഗ്രസ് നേതാക്കളാണെന്നും നേരത്തെ ആരോപണമുയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിവാഹേതര ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പണവും അധികാരവും ഒക്കെ വരുമ്പോൾ മനുഷ്യർ ജീവിത സുഖം തേടി പോകുന്നതാണ് ഇത്തരം റിലേഷൻഷിപ്പുകൾക്ക് കാരണം. എന്നാൽ ഈ ബന്ധങ്ങളിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ പിന്നെ എല്ലാം താളം തെറ്റും. പ്രവാസി വ്യവസായിയായ കണ്ണൂർ സ്വദേശിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതാണ്. ദുബായിൽ ഉന്നത ഉദ്യോഗസ്ഥയായ മലയാളി യുവതിയുമായുള്ള സൗഹൃദം, അതിനിടെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, യുവതി ഗർഭിണിയായതോടെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം, പിന്നീട് സജിത്ത് ദുബായിൽ നിന്ന് കടന്നു കളഞ്ഞതോടെ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. കേസിൽ പ്രതി സജിത്തിനെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശിയുടെ പരാതിയിലാണ് കണ്ണൂർ കിഴുന്ന സ്വദേശിയായ 52-കാരൻ സജിത്ത് പിടിയിലായത്. 2015-നും 2020-നും ഇടയിൽ ദുബായിലാണ് പീഡനം നടന്നതെന്നാണ് പരാതി. ദുബായിൽ ഉന്നത ഉദ്യോഗസ്ഥയായ 35-കാരിയുമായി സജിത്ത് ബന്ധം സ്ഥാപിക്കുകയും തന്റെ കമ്പനിയിൽ യുവതിയെക്കൊണ്ട് 16 കോടി രൂപ നിക്ഷേപം നടത്തുകയും ചെയ്തു. ഇരുവരും തമ്മിൽ അടുപ്പം തുറന്നതോടെ യുവതി ഗർഭിണിയായി. വിവാഹം കഴിക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടെങ്കിലും ഗർഭചിത്രം നടത്തണമെന്ന് സജിത്ത് ആവശ്യപ്പെട്ടു. ഗർഭചിത്രം നടത്തിയെങ്കിലും ഇയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ദുബായിൽ നിന്ന് കടന്നു കളഞ്ഞെന്നുമാണ് യുവതിയുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത ശേഷം കടന്നുകളഞ്ഞെന്നാണ് യുവതി എടക്കാട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. തുടർന്ന് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ലൈംഗിക വൈകൃതമുള്ള ആളുകൾ നമ്മുടെ വീടിൻ്റെ സമീപത്തും പൊതുസ്ഥലങ്ങളിലുമെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആളില്ലെന്ന് കണ്ടാൽ അവർ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിറങ്ങാൻ പോലും പേടി തോന്നാം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന +1 വിദ്യാർത്ഥിനിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി. മേലംകുളം സ്വദേശി റോഷിത്താണ് 17-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത്. സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് യുവാവിനെ അറസ്റ്റ് ചെയ്തു.
ബുധനാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മുൻപരിചയമുള്ള പെൺകുട്ടിയെ മേനംകുളം ജംഗ്ഷന് സമീപം വെച്ച് സ്കൂളിലെത്തിക്കാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയ ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. സ്കൂളിലെത്തിയ പെൺകുട്ടി അധ്യാപകരോട് പറയുകയും തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മേനംകുളം ആറ്റരികത്ത് വീട്ടിൽ 20-കാരനായ രോഷിത് അറസ്റ്റിലായത്. അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രദാസിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം SHO JS പ്രവീണും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കഴക്കൂട്ടം. തൃശൂർ വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടന്നത് 1 മാസത്തോളം. കേരള തമിഴ്നാട് പോലീസ് സംഘം നാടെങ്ങും അരിച്ചുപെറുക്കിയിട്ടും ബാലമുരുകനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടെ ഇയാൾ വേഷം മാറി തെങ്കാശിയിലെത്തിയെന്ന വിവരം. അന്വേഷിച്ചെത്തിയ പോലീസിന് മുന്നിൽ പിടികൊടുക്കാതെ മലമുകളിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം. 150 അടി താഴ്ചയിലേക്ക് ചാടിയ പ്രതിക്ക് വീഴ്ചയിൽ സാരമായ പരിക്കുകളുണ്ട്. ഭാര്യയെ കാണാൻ വേണ്ടി എത്തിയ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ആടുമേയ്ക്കുന്നവരുടെ വേഷത്തിൽ മുണ്ടും ഷർട്ടും ധരിച്ചാണ് ബാലമുരുകൻ തെങ്കാശിയിലെത്തിയത്. രഹസ്യവിവരം ലഭിച്ചെത്തിയ 50ഓളം വരുന്ന തമിഴ്നാട് പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാലമുരുകൻ കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. തെങ്കാശി കടയത്തിന് സമീപത്തെ കുന്നിൻ മുകളിലേക്ക് ഓടിക്കേറിയ ബാലമുരുകനെ പിന്തുടർന്ന പോലീസ് സംഘവും മല കയറിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. ഇതിനിടെ 5 പോലീസുകാർ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ കഴിയാതെ കുടുങ്ങിക്കിടന്നു. ഫയർഫോഴ്സ് എത്തി രാവിലെയാണ് മലയിൽ കുടുങ്ങിയ പോലീസുകാരെ താഴെ ഇറക്കിയത്. മണിക്കൂറുകളോളം പോലീസ് സംഘം ബാലമുരുകനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ മഴ പെയ്തതും തെരച്ചിൽ ദുഷ്കരമാക്കി. ഇയാൾ ഈ മലയിൽ തന്നെ ഉണ്ടെന്നാണ് തമിഴ്നാട് പോലീസിന്റെ നിഗമനം. ഭാര്യയെ കാണാൻ വേണ്ടിയാണ് ബാലമുരുകൻ തെങ്കാശിയിലെത്തിയതെന്നാണ് വിവരം. പ്രതി രക്ഷപ്പെട്ടത് മുതൽ ഇയാളുടെ വീടും പരിസരവും നിരീക്ഷണത്തിലാണ്. നവംബർ 3-നാണ് കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുന്നതിനിടെ തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് ബാലമുരുകൻ കടന്നു കളഞ്ഞത്. സംഭവത്തിൽ വിരുദനഗർ, ബന്തൽകുടി സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ നാഗരാജൻ, കോൺസ്റ്റബിൾമാരായ രവി ജ്യോതി, സുധാകർ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസുകാർ ബാലമുരുകനെ വിലങ്ങണിയിക്കാതെ കൊണ്ടു നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ 2 തവണ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ആളാണ് ബാലമുരുകൻ. കൊലപാതകം ഉൾപ്പെടെ 53 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്ര ഏജൻസികളായ റോ, IB, ED, CBI എന്നിവയുടെ പേരിലാണ് ഓൺലൈൻ തട്ടിപ്പുകാർ ഇപ്പോൾ വിലസുന്നത്. പോലീസ് എന്നും CBI എന്നും കേട്ടാൽ പേടിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കൊച്ചിയിൽ IB ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയെടുത്ത ശേഷം വീണ്ടും പണം വാങ്ങാനെത്തിയ യുവാവ് പോലീസിന്റെ പിടിയിലായി. വരാപ്പുഴ സ്വദേശി പ്രവീണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീപകാലത്ത് കേന്ദ്ര ഏജൻസികളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് വർദ്ധിക്കുന്നതായാണ് വിവരം. ഓൺലൈൻ തട്ടിപ്പുകളിൽ പെട്ടവരെയാണ് ഇത്തരം സംഘം വീണ്ടും കബളിപ്പിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം നഷ്ടപ്പെട്ട വീട്ടമ്മയെ IB ഉദ്യോഗസ്ഥനാണെന്നും സഹായിക്കാമെന്നും പറഞ്ഞ ഫോണിൽ വിളിച്ച് പരിചയപ്പെടുകയായിരുന്നു.
കേസിൽ നിന്ന് ഒഴിവാക്കാൻ 50,000 രൂപ ആവശ്യപ്പെട്ടപ്പോൾ വീട്ടമ്മ നൽകി. പിന്നെ കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ വീട്ടമ്മ പോലീസിൽ വിവരമറിയിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വീട്ടമ്മ പണം നൽകാമെന്ന് പ്രവീണിനെ അറിയിച്ചു. പണം വാങ്ങാൻ വീട്ടിലെത്തിയ പ്രവീണിനെ പോലീസ് കൈയോടെ പിടികൂടി. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, സൈബർ കുറ്റകൃത്യം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും ചോദ്യം ചെയ്തു വരികയാണെന്നും മുനമ്പം പോലീസ് അറിയിച്ചു. ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടിയ കേസിൽ കഴിഞ്ഞ ദിവസം ഒരാൾ അറസ്റ്റിലായിരുന്നു. ഇടക്കൊച്ചി പള്ളുരുത്തി സ്വദേശി അനന്തു കൃഷ്ണനെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് സംഘം ഫോൺ മുഖാന്തരവും സ്കൈപ്പ് വഴിയും പരാതിക്കാരനുമായി ബന്ധപ്പെട്ട കൊറിയർ അയച്ച പാഴ്സൽ കസ്റ്റംസിൽ കുടുങ്ങിയതായി വ്യാജ വിവരം നൽകി. പാഴ്സലിൽ 5 പാസ്പോർട്ട്, ലാപ്ടോപ്പ്, ബാങ്ക് ഡോക്യുമെന്റുകൾ, 400 ഗ്രാം MDMA, വസ്ത്രങ്ങൾ എന്നിവയാണെന്നും ധരിപ്പിച്ചു. ഇതേക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ID ദുരുപയോഗം ചെയ്തതാകാമെന്നും ബന്ധപ്പെട്ട കേസിൽ നിന്നും ഒഴിവാക്കുന്നതിനാണെന്നും പറഞ്ഞാണ് പരാതിക്കാരന്റെ ആധാർ വിവരങ്ങൾ വാങ്ങുകയും ചെയ്തത്. പിന്നീട് ED ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു. പരാതിക്കാരന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 27 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ് പണം തട്ടിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് അനന്തുവിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളെ കൂടാതെ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട കൂടുതൽ പേരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി. കോട്ടയം കടുത്തുരുത്തിയിൽ വയോധികനായ വൈദികന്റെ 11 ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതി ഗുജറാത്തിൽ നിന്നും അറസ്റ്റിലായിരുന്നു. CBI ചമഞ്ഞാണ് വെർച്വൽ അറസ്റ്റിന് വിധേയനാക്കിയത്. അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടന്നതായി പറഞ്ഞ വ്യാജരേഖകൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം ഇദ്ദേഹത്തെ കുടുക്കിയത്. തുടർന്ന് അക്കൗണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ സമാനമായ നിരവധി കേസുകൾ ആവർത്തിക്കുകയാണ്. വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടുന്ന സംഘങ്ങളും സംസ്ഥാനത്ത് വ്യാപകമാകുന്നുണ്ട്. വയോധികരെയും വീട്ടമ്മമാരെയും പെൺകുട്ടികളെയുമാണ് സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. തുടർച്ചയായി തട്ടിപ്പുകൾ ആവർത്തിക്കുന്നതോടെ ഇത്തരം സംഘങ്ങൾക്കായി അന്വേഷണ ഏജൻസികളും വല വിരിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. സമൂഹ മാധ്യമങ്ങൾ വഴി നിങ്ങളുടെ ഫോണിലേക്ക് 19 മിനിറ്റും 34 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആരെങ്കിലും അയച്ചു തന്നാൽ അതിൽ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. ഇനി അബദ്ധത്തിൽ ആ വീഡിയോ തുറന്നു നോക്കിയാൽ നിങ്ങൾ ചതിക്കപ്പെടാം. എക്സും ഇൻസ്റ്റഗ്രാമും വഴിയാണ് ആ ദൃശ്യം മൊബൈൽ ഫോണിലേക്ക് എത്തുന്നത്. ഇത് ഡീപ് ഫേക്ക് വീഡിയോ എന്നാണ് വിവരം. ഇത്തരം ലിങ്കുകളിൽ പ്രവേശിച്ചാൽ ഫോണിലെ വിവരങ്ങൾ ചോരുകയോ ഓൺലൈൻ ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയോ ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. പത്തൊൻപത് മിനിറ്റ് വീഡിയോ എന്ന പേരിൽ വൈറലായ വീഡിയോയുടെ ലിങ്ക് എന്ന തരത്തിലാണ് സൈബർ തട്ടിപ്പുകാരുടെ ലിങ്കുകളും പ്രചരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളായ എക്സിലും ഇൻസ്റ്റഗ്രാമിലുമടക്കം 19 മിനിറ്റ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ന പേരിൽ നിരവധി വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്തരം ലിങ്കുകളിൽ പ്രവേശിച്ചാൽ ഫോണിലെ വിവരങ്ങൾ ചോരുകയോ ഓൺലൈൻ ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയോ ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പത്തൊൻപത് മിനിറ്റും 34 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് സൈബർ തട്ടിപ്പുകാരും ഇപ്പോൾ വ്യാപകമായി ആളുകളെ കബളിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു സ്വകാര്യ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയായത്. ബംഗാളിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്ററായ യുവാവും സുഹൃത്തായ പെൺകുട്ടിയുമാണ് വീഡിയോയിലുള്ളതെന്നായിരുന്നു പലരുടെയും അവകാശവാദം. ഇതിനു പിന്നാലെ തങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു സുഹൃത്ത് വീഡിയോ ചോർത്തി പ്രചരിപ്പിച്ചതാണെന്നും ബംഗാളിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റർ അവകാശപ്പെട്ടു. അതേസമയം ഈ വീഡിയോയുടെ 2ാം ഭാഗവും 3ാം ഭാഗവും ഉണ്ടെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. 2ാം ഭാഗം എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ലിങ്കുകളും പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം സ്വകാര്യ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്
ഗുരുതരമായ സൈബർ കുറ്റകൃത്യമാണെന്ന ധാരണയില്ലാതെയാണ് പലരും ലിങ്കുകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്നത് ഡീപ് ഫേക്ക് വീഡിയോകളാണെന്ന വാദങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയ സംഭവം അട്ടിമറി ശ്രമമാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലുള്ള ദിവസം ഇത്തരത്തിലൊരു സംഭവം നടന്നത് പോലീസിന് കൂടുതൽ തലവേദനയായി. സംഭവത്തിൽ കേരള പോലീസിന് പുറമെ റെയിൽവേ പോലീസും അന്വേഷണത്തിലാണ്. വിഷയത്തിലെ അട്ടിമറി സാധ്യതയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കല്ലാരോ മനഃപൂർവ്വം കൊണ്ടുവച്ചതെന്നാണ് സൂചന. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. പച്ചാളം റെയിൽവേ ഗേറ്റിനടുത്തുള്ള ട്രാക്കിന്റെ നടുഭാഗത്തായാണ് ആട്ടുകല്ല് കണ്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 കടന്നുപോയ മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് കല്ല് ട്രാക്കിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് RPFനെ വിവരമറിയിച്ചു. സംഭവം അട്ടിമറി ശ്രമമാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ പുലർച്ചെ 2 മണിയോടെ ഒരു സംഘം ഇവിടെ വാഹനത്തിൽ വന്നിരുന്നതായും എന്തോ വലിച്ചുകൊണ്ടുപോകുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നു. റെയിൽവേ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. इन्वेस्टिगेशन चल रहा है ना, अभी कुछ बोलना मुश्किल है. ये तो टोटल ट्रेसपास एरिया है, कोई भी आके कुछ भी कर सकता है. जैसा लगता है ये उनके साथ कोई कनेक्टेड होगा. जो कुत्ता जो मरा है उनके साथ वो पत्थर का कोई कनेक्शन होगा क्या? हो सकता है ना, हो सकता है. हम लोग देख रहे हैं, फॉरेंसिक कराएगा, वो दोनों ये मिलेगा तो ये आगे बढ़ेगा. CCTV भी चेक हो रहा है. ആട്ടുകല്ലിന് അധികം ഉയരമില്ലാത്തതിനാലാണ് മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസിന് അപകടമില്ലാതെ കടന്നു പോകാനായത്. അല്ലെങ്കിൽ വലിയ ദുരന്തമായിരുന്നു അഭിമുഖീകരിക്കേണ്ടി വരിക. ആട്ടുകല്ല് ഏറെക്കാലമായി റെയിൽവേ ട്രാക്കിന് സമീപത്തെ താഴ്ചയിലാണ് ഉണ്ടായിരുന്നത്. കല്ലാരോ മനഃപൂർവ്വം കൊണ്ടിട്ടതാണെന്ന് വ്യക്തമാണ്. ഇതിന് സമീപത്ത് നായക്കുട്ടി ചത്തുകിടന്നിരുന്നു. ജഡം ചിന്നിച്ചിതറിയ നിലയിലാണ്. ട്രെയിൻ തട്ടിയാണോ നായ ചത്തതെന്നും പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മാസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. വടക്കൻ കേരളത്തിൽ പലതവണ ഇത്തരം ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഇതിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം മുമ്പ് വളപട്ടണത്തും റെയിൽവേ പാളത്തിൽ സിമന്റ് കട്ടവച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ക്രിമിനൽ സംഘങ്ങളും ലഹരി മാഫിയയും അരങ്ങുവാഴുന്ന നാട്. എവിടെയും ഭീകര അന്തരീക്ഷം. കേരളത്തിൽ ഇപ്പോൾ ഭയത്തോടെ ജീവിക്കേണ്ട അവസ്ഥയാണ്. കൊല്ലത്ത് YouTube ചാനൽ റിപ്പോർട്ടറെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ക്രിമിനൽ സംഘങ്ങളാണ്. വീട്ടുവളപ്പിലേക്ക് മാലിന്യവും മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് കൊല്ലം സ്വദേശി രാമഭദ്രനെ പ്രതികൾ ആക്രമിച്ചത്. സംഭവത്തിൽ 2 പേർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണമെന്നാണ് FIR. കർമ്മ ന്യൂസിന്റെ കൊല്ലം റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന രാമഭദ്രൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊല്ലത്ത് ബസ് ജീവനക്കാരായ മഹേഷ്, അച്ചു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ഇവർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർ രാമഭദ്രന്റെ വീടിന്റെ പുറത്ത് റോഡിൽ കാർ നിർത്തി മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ച കുപ്പിയും ഭക്ഷണാവശിഷ്ടങ്ങളും രാമഭദ്രന്റെ വീടിന്റെ വളപ്പിലേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടപ്പോൾ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. മയക്കുമരുന്ന്
ലോബിയിൽപ്പെട്ടവരെന്ന് പോലീസ് പറഞ്ഞു. രാമഭദ്രന്റെ തലയ്ക്കാണ് പ്രതികൾ അടിച്ചത്. തുടർന്ന് രാമഭദ്രനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്ന് FIR-ൽ പറയുന്നു. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി കൊല്ലം സിറ്റി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. കൊച്ചി നഗരത്തിലെ കൊട്ടാര സദൃശമായ വീട്, ടിപ്പുവിൻ്റെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഒക്കെയുള്ള ആ വീട്ടിൽ രാജകീയ ജീവിതം നയിച്ചൊരു മനുഷ്യനുണ്ട്. ഈ പകൽ ആ വീടിന് മുന്നിൽ അയാൾ നിൽക്കുന്ന ദയനീയമായ കാഴ്ച കാണാൻ കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ കുറിച്ചാണ്. കോടതി ഒരു ദിവസത്തേക്ക് മോൻസന് പരോൾ അനുവദിച്ചിരുന്നു. കലൂരിലെ വാടക വീട്ടിൽ മോഷണം നടന്ന കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണ് പരോൾ അനുവദിച്ചത്. എന്നാൽ മോൻസന് വീട്ടിൽ പ്രവേശിക്കാനോ പരിശോധിക്കാനോ കഴിഞ്ഞില്ല. ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിഭാഷകൻ എത്താത്തതുകൊണ്ടാണ് പരിശോധിക്കാൻ കഴിയാതെ പോയത്. തുടർന്ന് മോൻസണുമായി പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. കോടിയുടെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയെന്നാണ് മോൻസന്റെ പരാതി. മോഷണം പോയവ ഏതെല്ലാം എന്ന് തിരിച്ചറിയാൻ പരാതിക്കാരന് ഹൈക്കോടതി ഒരു ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. പോലീസ് അകമ്പടിയോടെ വീട്ടിലെത്തി വൈകിട്ട് 5 മണിവരെ സാധനങ്ങൾ നേരിട്ട് പരിശോധിച്ച് തിട്ടപ്പെടുത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ അഭിഭാഷകൻ എത്താത്തതിനാൽ പരിശോധന മുടങ്ങുകയായിരുന്നു. എഫ്ഐആർ ഇത്രയും ദിവസമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന സമയത്തുള്ള ക്രൈം നമ്പർ കിട്ടിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രൈം നമ്പർ കിട്ടിയില്ല എന്ന് ബോധിപ്പിച്ചപ്പോഴാണ് അന്ന് ക്രൈം നമ്പർ തന്നത്. രണ്ടാമത്തെ കേസ് കളവ് പോയതെല്ലാം നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതുവരെ ക്രൈംബ്രാഞ്ച് പോലീസ്, ലോക്കൽ പോലീസും ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മനഃപൂർവ്വം താമസിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. മോൻസൺ നേരത്തെ മോഷണ പരാതി നൽകിയെങ്കിലും നോർത്ത് പോലീസ് കേസെടുത്തിരുന്നില്ല. കല്ലൂരിലെ വാടക വീട്ടിലെ സാധനങ്ങൾ എടുക്കാൻ മോൻസന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നു. സാധനങ്ങൾ തിട്ടപ്പെടുത്താനെത്തിയപ്പോഴാണ് വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞുകിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്നാണ് മോൻസന്റെ വാദം. എന്നാൽ അവിടെ ഒരു മോഷണം നടന്നതായി തോന്നുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. കുട്ടികൾ വളർന്ന് കൗമാരപ്രായത്തിലെത്തിയാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പല സംഘർഷങ്ങളിലൂടെയാകും അവരുടെ മനസ്സും ജീവിതവും കടന്നു പോകുന്നത്. ആ പ്രായത്തിൽ മക്കളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളിൽ പോലും കുട്ടികളുടെ മനസ്സ് തകർന്നു പോകാം. പിന്നെ എന്തെങ്കിലും കടുകൈ കാട്ടാനും കുട്ടികൾ മുതിർന്നേക്കണം. ഇടുക്കിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആശങ്കയോടെയാണ് കാണേണ്ടത്. ശാന്തൻപാറ സ്വദേശിയും ചിന്നക്കനാൽ ഫാത്തിമ മാതാ സ്കൂളിലെ വിദ്യാർത്ഥിയുമായ പുകളേന്തിയാണ് മരിച്ചത്. മരണത്തിൻ്റെ കാരണം വ്യക്തമല്ല. ശാന്തൻപാറ ടാങ്കുമേട് സ്വദേശികളായ നാഗരാജ്, ചിത്ര ദമ്പതികളുടെ മൂത്ത മകനാണ് 14-കാരനായ പുകളേന്തി. സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന പുകളേന്തി വീട്ടിലുള്ളവർ ജോലിക്കായി പുറത്തുപോയ ശേഷം മുത്തശ്ശിയുടെ വീട്ടിലെത്തുകയായിരുന്നു. ഈ വീടിനുള്ളിലെ മുറിയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആധാർ കാർഡ് നൽകാനായി വീട്ടിലെത്തിയ പോസ്റ്റ്മാനാണ് കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് പോസ്റ്റ്മാൻ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിദ്യാർത്ഥിയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അനന്തപുരം സഹകരണ സംഘത്തിൽ 92 കോടി രൂപ കാണാതായെന്ന് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട്. രേഖകളില്ലാതെ വായ്പ നൽകി തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയെന്നും 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകിയിട്ടുള്ളതായും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ CM വിത്ത് മീയിൽ ഫോൺ വിളിച്ച് അശ്ലീലം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെങ്ങന്നൂർ വെൺമണി സ്വദേശി അർജുൻ. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2 പേരെ MDMAയുമായി പിടികൂടി. ബാലരാമപുരം സ്വദേശികളായ അസറുദ്ദീൻ, സ്റ്റീവ് എന്നിവരെയാണ് 5 ഗ്രാം MDMAയുമായി അറസ്റ്റ് ചെയ്തത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒട്ടേറെ മനുഷ്യരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കാണാറുണ്ടല്ലോ. പണം, കൈക്കരുത്ത്, പ്രശസ്തി, അധികാരം തുടങ്ങിയവയിൽ അഹങ്കരിക്കുന്നവർ. ശാരീരികമോ ഭൗതികമോ ആയ കഴിവുകളിൽ അഹങ്കരിച്ചതിനെ തുടർന്ന് വീഴ്ച സംഭവിച്ചവർ. ധാർഷ്ട്യം ഒരു നേതൃഗുണമാണെന്ന് ധരിച്ചവരാണ് ജീവിത വഴികളിൽ കാലടിറി വീണിട്ടുള്ളത്. അഹങ്കാരികൾ അവരുടെ നിസ്സാരതയോ ജീവിതത്തിൻ്റെ ക്ഷണികതയോ മനസ്സിലാക്കുന്നില്ല. സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നവരാണെങ്കിലും കടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആർക്കാണ് അഹങ്കരിക്കാൻ കഴിയുക, അല്ലേ? അഹങ്കാരിയെ ലോകം വെറുപ്പോടെ മാത്രമേ കാണൂ. വിനയത്തോടെ ജീവിച്ചാൽ കുറേ മനുഷ്യരുടെ മനസ്സിനെങ്കിലും നമുക്ക് സ്ഥാനമുണ്ടാകുന്നു. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.